ഹലോ ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഫ് പേസ്ട്രി ഷീറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാനാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആദ്യം പറഞ്ഞുതരാം. 4 കപ്പ് മൈദ, 2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ നാരങ്ങാനീര്, 1.25 കപ്പ് നല്ല തണുത്ത വെള്ളം, 2 കപ്പ് ബട്ടർ സ്ലാബ് ഉണ്ടാക്കാനും 1/2 കപ്പ് ബട്ടർ മാവിനകത്ത് ഇടാനുമാണ്. അപ്പം അതിൻ്റെ ആദ്യത്തെ പ്രോസസ്സ് ഞാൻ കാണിക്കാം. ഇതുപോലത്തെ ബട്ടർ സ്റ്റിക്സ് ആണ് എനിക്കിവിടെ കിട്ടുന്നത്. അപ്പം അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് 8/6 സൈസ് അതാണ് 8/6 ഉള്ള ഒരു സ്ലാബ് കണക്ക് നമുക്ക് ഉണ്ടാക്കണം. അപ്പം ഞാൻ ഓരോ ബട്ടർ സ്റ്റിക്സും എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആണ് അത് ഉണ്ടാക്കുന്നത്. ഇപ്പം വേറെ ഫോമിലിരിക്കുന്ന ബട്ടറാണ് നിങ്ങളുടെ പക്കലുള്ളതെങ്കിലും ഈ സൈസിലുള്ള സ്ലാബ് വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പം ഈ ബട്ടർ സ്റ്റിക്സ് ഞാൻ ഒരു ഫ്രീസറിനകത്തു നിന്ന് ഞാൻ ഒരു 5 മിനിറ്റ് എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അധികം നേരം വെളിയിൽ വെച്ചിട്ടില്ല കേട്ടോ. അധികം നേരം വെക്കുമ്പോഴത്തേനും അങ്ങ് ഒരുപാട് സോഫ്റ്റായി പോകും. അതുകൊണ്ട് ഒത്തിരി നേരം വെക്കരുത് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഞാൻ ഓരോ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതും ഞാൻ ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ 8/6 സ്ലാബ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് വെക്കുന്നതെന്ന് പറഞ്ഞാൽ അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ പാർച്ച്മെൻറ്റ് പേപ്പറോ ഇത് ഒട്ടിപ്പിടിക്കാത്ത എന്ത് പേപ്പറിൽ ഇതിൽ വേണമെങ്കിലും ആണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇത് എല്ലാം അടുക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇത് അടച്ചിട്ട് തിരിച്ചിട്ടിട്ട് നമുക്കൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം. ഇത് പെട്ടെന്ന് വേണം ചെയ്യാൻ കേട്ടോ. കാര്യമെന്ന് പറഞ്ഞാൽ നല്ല ചൂട് കാലാവസ്ഥയുള്ള സ്ഥലത്താണെങ്കിൽ ഇത് പെട്ടെന്ന് ഉരുകിപ്പോകത്തില്ലേ. അതുകൊണ്ട് അധികം സമയം എടുത്ത് ചെയ്യേണ്ടുന്ന കാര്യമല്ല. ഇത് കണക്ക് ഒരു റോളിംഗ് പിൻ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഒരു ഷീറ്റായിട്ടിരിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ അത് വലുതാകാനും ഒന്നും വേണ്ടിയല്ല അത് ചെയ്യുന്നത് കേട്ടോ. ഇത് ഞാൻ പ്രസ് ചെയ്ത് ഇപ്പോൾ ഒരു ഷീറ്റ് പോലായി എല്ലാം ഒട്ടിപ്പിടിച്ച് ഇനി 1 മണിക്കൂർ ഇതെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് അതിൻ്റെ സെക്കൻഡ് പ്രോസസ്സാണ് മാവ് കുഴച്ചെടുക്കുന്നത്. ഈ മൈദയ്ക്കകത്തോട്ട് ഉപ്പിട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം പിന്നെ നാരങ്ങാനീര് എല്ലായിരുന്നോ അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1/2 കപ്പ് ബട്ടർ മാവിനകത്ത് ഉപയോഗിക്കാനാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അത് ചെറുതായിട്ട് കണ്ടിച്ചാണ്. അത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. എന്നിട്ട് അത് മാവിനകത്ത് നല്ലപോലെ ഇങ്ങനെ പൊടിച്ച് മിക്സ് ചെയ്ത് ചേർക്കണം. അത് പിന്നെ ഈ പറഞ്ഞ കണക്ക് അധിക നേരം വെളിയിൽ വെച്ചിരുന്നതല്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റൻ ആയതാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു ഇച്ചിരി മെനക്കേടായിട്ട് തോന്നും. പക്ഷേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വെളിയിൽ നിന്ന് പഫ് പേസ്ട്രി ഷീറ്റ് മേടിക്കേണ്ട കാര്യമില്ല, നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ ഈ എടുത്തേക്കുന്ന മെഷർമെൻറ്റിൽ 15 വലിയ പപ്സ് ഉണ്ടാക്കാൻ പറ്റും. മിനിമം ആണ് ഞാൻ പറയുന്നത് കേട്ടോ. 15 ഒരു 18 ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. നല്ല ഇച്ചിരി വലിയ പപ്സ്. എന്നിട്ട് ബട്ടറെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വെള്ളം 1.25 കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഇതിനകത്ത് മാവിനകത്തൊഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കണം. ഇത് പെട്ടെന്ന് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ബട്ടർ അല്ലെങ്കിൽ ഉരുകി ഇതാകും. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യണം ഇത് കേട്ടോ. അധിക നേരം ഇട്ട് നീഡ് ചെയ്യേണ്ട കാര്യമില്ല. പെട്ടെന്ന് കുഴച്ച് 1 മണിക്കൂർ ഈ മാവും ഫ്രിഡ്ജിനകത്ത് വെക്കണം. ഇനി നമുക്ക് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. നമുക്ക് 1 മണിക്കൂർ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. അത് കഴിഞ്ഞാണ് ഇനി അതിൻ്റെ ബാക്കി പ്രോസസ്സേ. ഇതാണ്ട് ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന മാവാണ്. ഇനി നമുക്കിതെടുത്തൊന്ന് പെട്ടെന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് നീഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അവിടെ പൊടിയിട്ട് ഇത് പരത്തിയെടുക്കണം. നമുക്ക് പൊടി ഇച്ചിരി തൂകിയിട്ടെ. അപ്പം
ഇത് പരത്തിയെടുക്കുന്നതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇത് സൈസൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുക. ഞാൻ ചെയ്യുന്ന സൈസൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് പരത്തി വെക്കുന്ന ആ സൈസ് എന്ന് പറഞ്ഞാൽ 15/20 ആണ് ഈ പരത്തിയെടുക്കുന്ന ഷീറ്റ് വരുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ആദ്യം ചെയ്യുമ്പോഴേ ഉള്ളൂ ഒരു പാടായിട്ട് തോന്നുന്നത്. പക്ഷെ നമ്മളിത് റെഗുലറായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ്ഡ് ആവുമല്ലോ. അങ്ങനെയാണല്ലോ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് മെനക്കേടാണെന്ന് പറഞ്ഞാൽ ആരും മാറിയിരിക്കരുത്. നമുക്ക് വീട്ടിലുണ്ടാക്കി തിന്നുന്നതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. വേണ്ടേ, ഇത് ഞാൻ മാവ് നല്ല പോലെ പരത്തിയതാണ്. എന്നിട്ട് ഇല്ല, നമ്മൾ അകത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമല്ലായിരുന്നു ഈ ബട്ടർ സ്ലാബ്. അത് ഇതിൻ്റെ നടുക്ക് വെച്ച് ഈ പേപ്പർ ഊരിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഈ മാവിൻ്റെ നടുക്ക് വെച്ചിട്ട് ഇത് ഫോൾഡ് ചെയ്യണം. ഇങ്ങനെ പരത്തി വെച്ചേക്കുന്ന മാവില്ലേ, ഒന്ന് ഫോൾഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇത് പിന്നെ ഗോൾഡൻ വനസ്പതി എന്നും പറഞ്ഞുകൊണ്ട് ഡാൾഡയാണ്. അത് വെച്ചും ഇതുപോലെ ചെയ്യാൻ പറ്റും കേട്ടോ. ബട്ടർ അവൈലബിൾ അല്ലാത്തവർ പിന്നെ ഡാൽഡ വെച്ചായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടോ, ഞാനിത് നല്ലപോലെ റാപ്പ് ചെയ്തു. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ടിട്ട് ഇനിയും നമുക്ക് ആ നേരത്തെ ഉണ്ടായിരുന്ന സെയിം സൈസിൽ റോൾ ചെയ്തെടുക്കണം. ഇച്ചിരി ബട്ടർ കട്ടിയായിട്ടിരിക്കുന്ന കാരണം ഇച്ചിരി പ്രസ് ചെയ്ത് വേണം പിന്നെ പരത്താനായിട്ട്. ഇച്ചിരി എന്താ പറയുന്നത്, പെട്ടെന്ന് ചെയ്തെടുക്കണം. ഞാൻ വീണ്ടും പറയുകയാണ്, റൂം ടെമ്പറേച്ചർ ഹൈ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യണം. അതുപോലെ തന്നെ ഇങ്ങനെ കൊമ്മള എങ്ങാനും വല്ലടോ ഉണ്ടെങ്കിൽ അത് പൊട്ടിച്ചും കളയണം. എന്നിട്ട് ഇത് നമുക്ക് 4ആയിട്ട് ഫോൾഡ് ചെയ്യണം. ഞാൻ ചെയ്യുന്ന ആ രീതി നോക്കണം. 4ആയിട്ടാണ് ഫോൾഡ് ചെയ്യേണ്ടത്. ഓരോ ടൈമും 4ആയിട്ട് ഫോൾഡ് ചെയ്യണം കേട്ടോ. അങ്ങനെ 4 വട്ടം ഇതേ പ്രോസസ്സ് തന്നെ ചെയ്യണം. പക്ഷേ ഇൻ ബിറ്റ്വീന് ഓരോ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ടും 20 മിനിറ്റ് ഫ്രീസറിനകത്ത്, ഫ്രിഡ്ജിലല്ല ഫ്രീസറിനകത്ത് ഇതെടുത്ത് റാപ്പ് ചെയ്ത് മാറ്റി വെക്കണം. വേണ്ട, അപ്പം ഇനി ഞാൻ റാപ്പ് ചെയ്തിട്ട് 20 മിനിറ്റ് മാറ്റി വെക്കാൻ പോവാണ്. ടോട്ടൽ നമുക്ക് 16 ഫോൾഡാണ് വേണ്ടുന്നത് കേട്ടോ. വേണ്ട 20 മിനിറ്റായ ഷീറ്റാണ്, ഫ്രീസറിനകത്തിരുന്നതാണ്. അതെടുത്ത് വീണ്ടും സെയിം സൈസ് പോലെ നിരത്തിയിട്ട് വീണ്ടും അതേപോലെ തന്നെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് 20 മിനിറ്റ് മാറ്റി വെക്കണം. എൻ്റെ കട്ടിംഗ് ബോർഡിലേ എൻ്റെ മോള് പിടിച്ചു തരുന്നുണ്ട്. കാര്യം അത് ഇരുന്ന് നിരങ്ങുന്നോണ്ടേ. ഇത് പിന്നെ കട്ടിംഗ് ബോർഡ് ഞാൻ മാവ് തൂവിയിട്ടില്ലായിരുന്നു. മാവ് തൂവിയിട്ട് ചെയ്യണമെന്നുള്ളവർ ഞാൻ ഈ ഒരു 2-3 ഫോൾഡ് വരെ മാവ് ഒട്ടും യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അഥവാ മാവ് തൂവിയിട്ട് ചെയ്യണമെന്നുള്ളവർ ചെയ്യണം. പക്ഷേ അതൊട്ടും തന്നെ ആ പൊടി ഇരിക്കാൻ പാടില്ല ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ കേട്ടോ. അത് തൂത്ത് കളഞ്ഞിട്ട് വേണം ഫോൾഡ് ചെയ്യാനായിട്ട്. അത് ഞാൻ അടുത്ത ഫോൾഡ് ചെയ്യുമ്പോൾ ഞാനത് കാണിക്കുന്നുണ്ട്. അപ്പം ഇത് 2ാമത്തെ ഫോൾഡാണ്. അത് റാപ്പ് ചെയ്ത് ഇനി 20 മിനിറ്റ് ഫ്രീസറിനകത്തോട്ട് വെച്ചേക്കാം. ഇത് പെട്ടെന്ന് ചെയ്യണം. ഈ പറഞ്ഞ കണക്ക് ഇത് എന്താ പറയുന്നത്, ബട്ടറാണ് അകത്തിരിക്കുന്ന. ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലത്താണെങ്കിൽ ഇത് പെട്ടെന്നാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇത് ആ പ്രോസസ്സ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുവാണ്. ഇത് 3ാമത്തെ ഫോൾഡാണ്. അപ്പം 12 ഫോൾഡാവും. അപ്പോൾ ചാനലിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻസ് ടേൺ ഓൺ ചെയ്യാൻ മറക്കരുത്. റെസിപ്പി ട്രൈ ചെയ്യുന്നവരൊക്കെ കമൻ്റ് ഇടാൻ മറക്കരുത്. ഇതാ 3ാമത്തെ ഫോൾഡും കഴിഞ്ഞു. ഇനി അത് റാപ്പ് ചെയ്തിട്ട് ഫ്രീസറിനകത്തോട്ട് വെച്ചേക്കാം 20 മിനിറ്റ്. ഇതുവരെ ഞാൻ ഒട്ടും തന്നെ മാവ് തൂകിയിട്ടല്ലായിരുന്നു ചെയ്തത് കേട്ടോ. പക്ഷെ ആവശ്യമുണ്ടെങ്കിൽ ചെയ്തോ.
പക്ഷേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പൊടി കംപ്ലീറ്റ്ലി തൂത്ത് കളഞ്ഞിട്ട് വേണം ഫോൾഡ് ചെയ്ത് വെക്കാൻ. അത് മറക്കരുത് കേട്ടോ. എനിക്ക് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അഥവാ അത് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്ന രീതി എക്സാക്ട്ലി പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇത് വീണ്ടും ഫോൾഡ് ചെയ്യാം. ഇപ്പം ഞാൻ ഇച്ചിരി പൊടി യൂസ് ചെയ്തായിരുന്നു കണ്ടോ, ഞാൻ തുടച്ച് കളയുന്ന കണ്ടോ. അതേപോലെ എല്ലാം തുടച്ച് കളയണം. അഥവാ പൊടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല പോലെ തുടച്ച് കളഞ്ഞിട്ടേ ഫോൾഡ് ചെയ്യാവുള്ളൂ. കണ്ടോ ഞാൻ തുടച്ച് കളയുന്നേ. ഇതിനിയും 20 മിനിറ്റത്തേക്ക് മാറ്റി വെക്കുകയാണ് ഫ്രീസറിലോട്ട്. ഇനിയും ഒരു പ്രാവശ്യം കൂടെ ഇത് ചെയ്യാനുള്ളൂ കേട്ടോ. ഇത് ഫ്രീസറിനകത്തു നിന്നെടുത്തു. ഇനിയും അവസാനത്തെ ഫോൾഡ് ചെയ്യാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് 2-3 ദിവസം വരെ ഫ്രീസറിനകത്ത് വെച്ചിരുന്ന് ഒരു കുഴപ്പവും ഇല്ലാതെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പഫ് പേസ്ട്രിയും വെച്ച് എന്താ പറയുന്നത്, പഫ്സ് ആയാലും ഞാൻ വേറെ ഒരു ഈ പഫ് പേസ്ട്രിയും വെച്ച് വേറൊരു സാധനം ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കാം. അപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്നതായിരിക്കും ഇത് വെച്ച് എങ്ങനെയാണ് പഫ്സ് ഉണ്ടാക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. അപ്പോൾ തിക്നെസ് കണ്ടോ, ഈ തിക്നെസ്സാണ് നമ്മുടെ ഫൈനൽ പഫ് പേസ്ട്രിക്ക് വരുന്നത്. നമ്മൾ പഫ്സ് ഉണ്ടാക്കാൻ നേരം ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഈ സൈസുമാണ് കണ്ടോ. ഞാൻ 15/20 ഇഞ്ചസ് ആണ് ഈ പഫ് പേസ്ട്രി വരുന്നത്. ഇത് ഇനിയും നമ്മൾ യൂസ് ചെയ്യാൻ പോത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇത് 4 ഫോൾഡൊന്നും വേണ്ട, 3 ഫോൾഡായിട്ട് അങ്ങ് മടക്കി വെച്ചിരുന്നാൽ മതി കേട്ടോ. അതേ ഉള്ളൂ പ്രോസസ്സ്. പാടായിട്ട് കാണുമ്പോൾ തോന്നുമായിരിക്കും, പക്ഷേ വളരെ ഈസിയാണ്. ആദ്യം ഒരു തവണ ഇങ്ങനെ പാടായിട്ട് തോന്നുമെങ്കിലേ ഉള്ളൂ. നമ്മൾ റെഗുലറായിട്ട് ഉണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും കണക്ക് തന്നെ ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂല്ലേ.